ആരണ്ട ചക്കവി? ആരാ? എന്ത് വേണം? തുണി മാറുകയായിരുന്നു. നീ പേടിച്ചു പോയല്ലേ? നാണിക്കണ്ട, ഞാൻ ഒന്നും കണ്ടില്ല. നിങ്ങൾ ആരാന്ന് ചോദിച്ചേ? ഞാൻ ഓടരാവട്ടം ഓമന ചേച്ചി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നടിയാ. എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമനക്കൂട്ടപ്പിള്ള സാർ പറഞ്ഞു. ഏതാണ് എന്റെ മുറി? മുറിയേതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്. ഞാൻ ഈ തുണി എടുക്കട്ടെ. തുണി ഉടുത്തേ തീരുന്നുണ്ടെങ്കിൽ ഉടുത്തോ, ഞാൻ ദേ പോകും. ഈ കളരി ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാ. പക്ഷെ ചെറിയാച്ചൻ അതിനെ തന്നെ മുറുക്കി പിടിച്ചു. നിനക്ക് നിർബന്ധമാണ്, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. ഇനി ചെറുപ്പക്കാരെ കൂടെ കെട്ടിയെടുക്കാത്തതിന് കുഴപ്പമേ ഉള്ളൂ. ദേ, പ്രായമായ 2 ആമ്പിള്ളേരുള്ള വീടാ. അതുകൊണ്ടല്ലേ പ്രായമായവരെ തന്നെ കൊണ്ടുവന്നത്. ഇങ്ങനൊരു ഏടാകൂടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല. പ്രദീപിനെ ഒരിക്കൽ ബാങ്കിൽ വെച്ച് കണ്ടപ്പോ അവൻ പറഞ്ഞു നീ ഏതോ നാടക ഗ്രൂപ്പിലാണെന്ന്. ഒരു ജോലിക്ക് വേണ്ടി കുറെ അലഞ്ഞളിയാ. ആ നാടകത്തിൽ ഇങ്ങനെ തമാശ പറഞ്ഞ് ജീവിക്കാനായിരിക്കും വിധി. നിന്റെ പ്രേരണയിലായിരിക്കും അല്ലേ അച്ഛൻ ട്രൂപ്പ് തുടങ്ങിയത്? ഞാനിപ്പോഴീ പൊല്ലാപ്പിനെതിരാ. എതിര്? കോളേജിൽ പഠിക്കുമ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ നീ ചാടി ഇറങ്ങുമായിരുന്നല്ലോ അഭിനയിക്കാൻ. ഇപ്പൊ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനായപ്പോ ഇതൊക്കെ കുറച്ചിലായല്ലേ? അതല്ല പരിമള, കലയോടൊക്കെ ഇപ്പോഴും താല്പര്യം തന്നെ. പക്ഷെ അച്ഛനും കൂട്ടുകാർക്കും പറ്റിയ പണിയാണോ ഇത്? ഇനിയിപ്പോ അഭിനയിക്കണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങണോ? ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ട്രൂപ്പ് തുടങ്ങിയാലല്ലേ ഞങ്ങളെ പോലുള്ള കുടുംബങ്ങൾക്ക് ഒരു ഗതിയുള്ളൂ. എടാ, ഈ കിളവന്മാര് നല്ല ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയെന്ന് ആര് കണ്ടു? ഓമനക്കുട്ടൻ പിള്ളയമ്മാവൻ ആളത്ര ശരിയല്ല. ഓ പിന്നെ ഇനിയിപ്പോ നാട്ടുകാരെ മുഴുവൻ സന്മാർകളാക്കാൻ നീ ആര് ഹരിചന്ദ്രന്? അളിയൻ സഹകരിച്ചില്ലെങ്കിലും വേണ്ടില്ല, പാര വെച്ച് കുളമാക്കല്ലേ പ്ലീസ്. ആരാ ഇതിനകത്ത്? കുറെ നേരമായല്ലോ. എടാ സന്തോഷം ഒന്നും ഇറങ്ങാൻ. എന്തിനാ ചേട്ടൻ രാവിലെ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? അപ്പൊ നീയല്ലായിരുന്നു ഇതിനകത്ത്? അച്ഛനായിരിക്കും. അച്ഛനോട് ആര് പറഞ്ഞു എന്റെ ബാത്റൂമിൽ കയറാൻ? നിന്റെ ബാത്റൂമിൽ കയറിയാൽ എന്താ? അച്ഛന് മൂത്രം പോകത്തില്ലേ? ബഹളം വെക്കണ്ട. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടി അതിനകത്ത്. അവരതിനകത്ത് എന്ത് ചെയ്യാ? ബാത്റൂമിൽ കയറി എന്താ ചെയ്യാ? 1.5 മണിക്കൂറായല്ലോ കേറിയിട്ട്. 1.5 മണിക്കൂറായോ? പിന്നെ ഞാൻ അരി പഠിച്ചോണ്ടിരുന്നപ്പോ കയറിയതാ. പുട്ടും ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞു. കുഴപ്പമായോ ദൈവമേ? ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കടാ. എന്റെ ദൈവമേ, ചെറിയാച്ചോ ഒന്നിങ്ങി വന്നേ. എന്നതാ ചെറിയാച്ചോ, ആ ഓടനാവട്ടെ ഓമന കക്കൂസി കയറി ഓടാൻ പറ്റിട്ട് 1.5 മണിക്കൂറായി. വിളിച്ചിട്ട് ഒരനക്കോ ഇല്ല. അയ്യോ, എങ്കിൽ സംശയിക്കണ്ട, ആത്മഹത്യ. നോക്കി നിൽക്കാതെ പോലീസിൽ അറിയിക്ക്. എന്റെ കർത്താവേ, 1-ാം പ്രതിയാ. എന്റെ ദൈവമേ, വിളിക്കാൻ വരട്ടെ. വന്നേ ചെറിയാച്ചാ, ആടി. ഓടനാവട്ടം. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ ഇളവിനെ തന്റെ വീട്ടിൽ നിർത്തിയാ മതി. ഇന്ന് ആണുങ്ങൾ വരുത്തി വെക്കുന്ന പോലെ തലവേദന നോക്കണേ. അറിഞ്ഞുകൂടാ. എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങൾ അകത്ത് എന്നെ എടുക്കുമായിരുന്നു? ഞാൻ ഡയലോഗ് പഠിക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അത് മനസ്സിൽ പഠിക്കുമ്പോ എങ്ങനെ ശബ്ദം പുറത്തേക്ക് വരുന്നേ? ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അനങ്ങാത്തത്? ഡയലോഗ് പഠിക്കുമ്പോ ബോംബ് പൊട്ടിയാലും ഞാൻ അറിയത്തില്ല. ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുത്ത് ഭയങ്കര ക്ഷീണം. തള്ളക്കിപ്പോ ഞാൻ ഹോർലിക്സ് വെറുതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കിളവി. കിളവി നിന്റെ അമ്മയുടെ പോടാർന്ന് കിളവി. ആ താരാന്നല്ലേ പേര്? അതെ, ആര് പറഞ്ഞു? ഈ പേരെന്ന് പറയുന്ന സാധനം എങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറ്റുന്നല്ലോ. പറ്റോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ. എവിടെ വെച്ച്? കഴിഞ്ഞ വർഷം ഞങ്ങള് നാടകം കളിച്ച സ്റ്റേജില് നിങ്ങളുടെ മിമിക്രി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ കണ്ടു. അത് ശരി. പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നോ? മോഹൻലാലിന് മാത്രം അനുകരിക്കത്തുള്ളൂ. അല്ല, എന്നെ മമ്മൂട്ടി അനുകരിച്ചു. മമ്മൂട്ടിയോ? ഓക്കെ. മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ അല്ല. മണ്ണാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. ഇനി ചേരാമിനെ. ചേട്ടാ, അച്ഛൻ വിളിക്കുന്നു. പിന്നെ വരാം. നീ വരുന്നില്ലേ? ഞാൻ വന്നോളാം. വന്നാ മതി. നാടകത്തിൽ ആരായിട്ട് അഭിനയിക്കുന്നത്? ഒരു ഇല്ലത്തെ കുട്ടിയായിട്ടാ. ജോഡി ഉണ്ടോ? ഇല്ല. ഒരു തരത്തില് ജോഡി ഇല്ലാത്തതാണ്. സന്തോഷേ, എന്തിനാ മോൻ വന്നത്? വാരികയില് വാരഫലം നോക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ഈ ആഴ്ച? വലിയ കുഴപ്പമില്ല ആന്റി. എങ്കിൽ ജാതകദോഷം വരുത്താതെ എന്റെ മോൻ ചെല്ല്. ഞാൻ പോട്ടെ. വാ, വാരിക കേറി പോടേ. അത്
ഇറങ്ങിക്കോളൂ. രജനിയല്ലേ അത്? അങ്ങോട്ടിരുന്നോളൂ, ഞാൻ ഡയറക്ടർ ഒന്ന് കാണട്ടെ. രജനി അഭിനയിക്കാമെന്നാണോ? അതെ, സുഗന്ധിയുടെ റോളില്. അവര് അഭിനയം നിർത്തിയെന്നാണല്ലോ കേട്ടത്. മാഷ് എന്നെ പറ്റി എന്താ വിചാരിച്ചത്? കഴിവുള്ള നടികളെ അങ്ങനെ വീട്ടിലിരിക്കാൻ ഈ കട്ടാനം കുട്ടിക്ക് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ രജനിക്ക് വീണ്ടും അഭിനയം തുടങ്ങാൻ തോന്നില്ല. ഇനി നോക്കിക്കോ, ഊരാക്കുടുക്കുകൾ കുറഞ്ഞ് 400 സ്റ്റേജ് ഉറപ്പാ. അത് ശരി. അപ്പൊ ഞങ്ങളെ കൊണ്ടൊന്നും ഈ നാടകത്തിൽ വലിയ കാര്യമില്ലെന്നാണോ മാഷ് പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. അലക്സാണ്ടർ എന്തിനാ വാക്കുകൾക്ക് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത്? രജനി തന്റെ നായികയായിട്ട് അഭിനയിക്കുന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? എവിടെ അവരുടെ വീട്? കുറച്ച് വടക്കാ, ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ വരും. അതും ഇത് പറഞ്ഞ് സമയം കളയാതെ അഡ്വാൻസും കൊടുത്ത് എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ നോക്ക്. ഞാൻ ആ സീനൊന്ന് പോളിഷ് ചെയ്യട്ടെ. മാഷ് പറഞ്ഞതാ കാര്യം. രജനി അഭിനയം തുടങ്ങിയെന്നറിഞ്ഞാൽ തപ്പിക്കൊണ്ടുപോകാൻ 100 ആള് വരും. വൈശാഖൻ സഹകരിക്കുന്ന ട്രൂപ്പുകാരി തന്നെ രജനി എത്ര പ്രാവശ്യം ട്രൈ ചെയ്തതാ. ആരായി വൈശാഖൻ? രജനിയുടെ ഭർത്താവ്. അയാളെന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഓഹോ, മിസസ് രജനി എവിടെ താമസിപ്പിക്കും? ആ, അതോർത്ത് സാറ് വിഷമിക്കണ്ട. രജനി ക്യാമ്പിൽ തന്നെ കഴിഞ്ഞോളും. ആരും ശല്യത്തിന് ചെല്ലാതിരുന്നാ മതി. രജനി. ആഹാ, രജനിയായിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചേച്ചി ഈ സമിതിയിലുണ്ടെന്ന് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. ആ, ഞാൻ വന്നിട്ട് 4-5 ദിവസമായി. രജനി വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങിയ കാര്യം എനിക്കറിയില്ല കേട്ടോ. അച്ഛന് തീരെ വയ്യാണ്ടിരിക്കുക. പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാ. കുട്ടിക്കൃഷ്ണൻ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. വൈശാഖന് ഇപ്പൊ ഏത് ട്രൂപ്പിലാ? ഈ വർഷം ഏത് ട്രൂപ്പിലാ പോണെന്ന് അറിഞ്ഞില്ല. ഓടനാവട്ടം എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാഷേ, അവളെ അഭിനയം നിർത്തിയതൊന്നുമല്ല. ആരും വിളിക്കാതെ ഇപ്പൊ വീട്ടിലിരിപ്പായതാ. വിളിക്കാതിരിക്കാൻ കാരണം എന്താ? ആ വൈശാഖനെ പേടിച്ചിട്ട്. രജനി സഹകരിക്കുന്ന ട്രൂപ്പിലൊക്കെ ചെന്ന് അവ പ്രശ്നം. എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മുട്ടാളനാ ഇവളുടെ ഭർത്താവ്. ഒരു ട്രൂപ്പിൽ ക്യാമ്പ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വൈശാഖം വന്ന് രജനിയെ പുറത്തു പോവാൻ വിളിച്ചു. രാമരാജനായിരുന്നു സംവിധായകൻ. അയാള് വിട്ടില്ല. എന്തോ രഹസ്യം പറയാൻ വരുന്നത് പോലെ രാമരാജന്റെ അടുത്ത് വന്ന് മോന്തക്കിട്ട് ഒറ്റയടിയ. പൈപ്പിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അല്ലേ മൂക്കിന്ന് ചോര വന്നത്. ഇനിയിപ്പോ എന്നാ ചെയ്യും? അത് ഈ വയസ്സുകാലത്തെ ശരീരം തല്ലുകൊണ്ട് ചതയുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. അയ്യോ അയ്യോ, എന്താണ് ഇവിടെ? ഓഹോ, ബൂസ്റ്റാണെന്ന് കരുതി വാരി തിന്നാണല്ലേ? എന്താ? അയ്യോ സുമി, ഒരു കമ്പിളി കുളിരും പനിയൊന്നും അല്ല. ബൂസ്റ്റ് ആണെന്ന് കരുതി കുപ്പിയിൽ നിന്ന് കുരുമുളകോടി എടുത്തു തന്നു. അയ്യോ, ഒരു അബദ്ധം ആർക്കും പറ്റും. അല്ലേ എന്റെ ഓമന കുട്ടം പിള്ളണ്ണ. അവളെ പറഞ്ഞയച്ചോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവളുടെ ഭർത്താവ് പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴയാൾ ശല്യത്തിനൊന്നും പോകാറില്ല. നമ്മുടെ സമിതിയിൽ അയാൾ വരില്ലെന്ന് അവൾ ഉറപ്പും തന്നിട്ടുണ്ട്. അപ്പൊ നിർത്താൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ. പറഞ്ഞയച്ച ഇതുപോലൊരു ആർട്ടിസ്റ്റിന് വേറെ കിട്ടുവോ? ഓടനാവട്ടം വാ കഴുക. അയ്യോ.